ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ആർക്കാനിക്സ്. അപ്പോൾ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അറൻസ് ഓർഗാനിക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ അല്ലേ. ഇതിലെ ഹാലോ ആൽക്കെയിൻസിന്റെ മുഴുവൻ റിയാക്ഷൻ നമ്മൾ ഒരു ട്രിക്കിലൂടെ പഠിക്കാം. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഹാലോ ആൽക്കെയിന്റെ മുഴുവൻ റിയാക്ഷൻ പഠിക്കാൻ പോവാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാം. ഓക്കെ, ഹാലോ ആൽക്കെയിന്റെ പ്രിപ്പറേഷൻ ആണ്. അപ്പൊ ആൽക്കഹോൾ എന്നതാ, ഇതാണ് ആൽക്കഹോൾ. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ആൽക്കഹോൾ എന്ന് എങ്ങനെയൊക്കെ ഹാലോ ആൽക്കെയിൻ പ്രിപ്പയർ ചെയ്യാം, ആൽക്കഹോൾ എന്നും എങ്ങനെയൊക്കെ ഹാലോ ആൽക്കെയിൻ പ്രിപ്പയർ ചെയ്യാം എന്നാണ് ആദ്യം പഠിക്കാൻ പോകുന്നത്. ആൽക്കഹോൾ ഹാലോ ആൽക്കെയിൻ പ്രിപ്പയർ ചെയ്യാൻ ഏറ്റവും നല്ല റിയേജന്റ് SOCl2 അഥവാ തയോണൈൽ ക്ലോറൈഡ് ആണ്. ഹാലോ ആൽക്കെയിൻ പ്രിപ്പയർ ചെയ്യാൻ ഏറ്റവും നല്ല റിയേജന്റ് ആണ് തയോണൈൽ ക്ലോറൈഡ് അഥവാ SOCl2. എന്താ കിട്ടുക? OH പോയിട്ട് Cl വരും, CH3CH2Cl. ഹാലോ ആൽക്കെയിൻ ആൽക്കഹോൾ എന്നും ആൽക്കൈൽ ഹാലൈഡ് പ്രിപ്പയർ ചെയ്തു. രണ്ട് ബൈ പ്രൊഡക്റ്റ് ഗ്യാസ് SO2 പോകുന്ന രണ്ട് ബൈ പ്രൊഡക്റ്റുകൾ ഗ്യാസ് ആണ്, SO2 + HCl. അതുകൊണ്ട് തന്നെ ഈ മെത്തേഡ് ഇൻഡസ്ട്രിയലി ആൽക്കൈൽ ക്ലോറൈഡുകൾ പ്രിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കും. ഇനി റിയാക്ഷൻ പഠിക്കാൻ പോവാണ്. ഇത് ആൽക്കഹോൾ ആൽക്കൈൽ ക്ലോറൈഡ് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് PCl5 ഉപയോഗിക്കാം. PCl5 കിട്ടുന്ന പ്രോഡക്റ്റ് സെയിം തന്നെ, CH3CH2 OH പോയിട്ട് ആര് വരും? Cl വരും. വളരെ സിമ്പിൾ. ബൈ പ്രൊഡക്റ്റ് മാത്രം മാറും. ഏതാ? Cl വരും. POCl3യും HCl-ഉമാണ് നമ്മളെ ബൈ പ്രോഡക്റ്റ്, HCl-ഉം. ഇനി ആൽക്കഹോൾ എന്ത് ചെയ്യാം? PCl3 ഉപയോഗിക്കും. ഉപയോഗിക്കാം PCl3 വീണ്ടും CH3CH2Cl പ്ലസ് H3PO3 ബൈ പ്രോഡക്റ്റ് H3PO3. അപ്പൊ എന്തുപയോഗിക്കാം? ആൽക്കഹോൾ എന്നും ആൽക്കൈൽ ക്ലോറൈഡ് പ്രിപ്പയർ ചെയ്യാൻ PCl5 ഉപയോഗിക്കാം, PCl3 ഉപയോഗിക്കാം, SOCl2 ഉപയോഗിക്കാം. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ 3 റിയാക്ഷൻ കിട്ടിയല്ലോ. ഇനി ആൽക്കൈൽ ക്ലോറൈഡുകൾ ആൽക്കൈൽ അയോഡൈഡുകളാക്കി മാറ്റാം. ആൽക്കൈൽ ക്ലോറൈഡുകൾ ആൽക്കൈൽ അയോഡൈഡുകളാക്കി മാറ്റുന്ന റിയാക്ഷൻ ആണ് സോഡിയം അയോഡൈഡും അസറ്റോണും ഉപയോഗിച്ചാൽ മതി. ഈ റിയാക്ഷൻ വിളിക്കുന്ന ഒരു പേരുണ്ട്, ഫിംഗിൾസ്റ്റെയിൻ റിയാക്ഷൻ. ക്ലോറിൻ മാറിയിട്ട് ആര് വരും? അയോഡിൻ വരും. ക്ലോറിൻ മാറിയിട്ട് ആര് വരും? അയോഡിൻ. റിയാക്ഷൻ എന്താ വിളിക്കുക? ഫിംഗിൾസ്റ്റെയിൻ. എന്താ വിളിക്കുക? ഫിംഗിൾസ്റ്റെയിൻ റിയാക്ഷൻ. പ്ലസ് സോഡിയം ക്ലോറൈഡ് ബൈ പ്രോഡക്റ്റ് സോഡിയം ക്ലോറൈഡ് ആണ്. സോഡിയം ബൈ പ്രോഡക്റ്റ് എഴുതിയാൽ കുഴപ്പമൊന്നുമില്ല. ആൽക്കൈൽ ക്ലോറൈഡുകളാ ആൽക്കൈൽ അയോഡൈഡുകളാക്കി മാറ്റും. ഏതാ? ഫിംഗിൾസ്റ്റെയിൻ റിയാക്ഷൻ. ഇനി ആൽക്കൈൽ ക്ലോറൈഡുകളാ ആൽക്കൈൽ ഫ്ലൂറൈഡുകളാക്കി മാറ്റും. AgF ഉപയോഗിച്ചാൽ സിൽവർ ഫ്ലൂറൈഡ്. അപ്പൊ ക്ലോറൈഡുകളാ ഫ്ലൂറൈഡുകളാക്കി മാറ്റാം. CH3CH2F പ്ലസ് AgCl പ്ലസ് AgCl. ഈ റിയാക്ഷൻ വിളിക്കുന്ന പേരെന്താ? സ്വാർട്സ് റിയാക്ഷൻ. സ്വാർട്സ് റിയാക്ഷൻ. ക്ലിയർ അല്ലേ? അപ്പൊ ആൽക്കൈൽ ക്ലോറൈഡുകളാ ആൽക്കൈൽ അയോഡൈഡുകളാക്കി മാറ്റാൻ ഫിംഗിൾസ്റ്റെയിൻ റിയാക്ഷൻ ആണെങ്കിൽ ആൽക്കൈൽ ക്ലോറൈഡുകളാ ആൽക്കൈൽ ഫ്ലൂറൈഡുകളാക്കി മാറ്റാൻ സ്വാർട്സ് റിയാക്ഷൻ ഉപയോഗിച്ചാൽ മതി. ക്ലിയർ അല്ലേ? യെസ്. ഇനി ആൽക്കൈൽ ക്ലോറൈഡുകളിലേക്ക് പൊട്ടാഷ്യം സയനൈഡ് വെച്ചാൽ എന്ത് കിട്ടുമെന്ന് ചോദിക്കും. ആൽക്കൈൽ ക്ലോറൈഡുകൾക്ക് പൊട്ടാഷ്യം സയനൈഡ് വെച്ചാൽ അത് ആൽക്കൈൽ സയനൈഡുകളായി മാറും. എന്തായി മാറും? ആൽക്കൈൽ സയനൈഡുകളായി മാറും. സയനൈഡായി മാറും. സയനൈഡ്, ആൽക്കൈൽ സയനൈഡ്. അതേസമയം ഇതിൽ വിളിക്കുന്ന പേര് ആൽക്കൈൽ സയനൈഡ്. ആൽക്കൈൽ സയനൈഡ്, സയനൈഡായി മാറും. ഇനി ആൽക്കൈൽ ഹാലൈഡിലേക്ക് സിൽവർ സയനൈഡ് വെച്ചാൽ എന്താ കിട്ടാതിരിക്കും? സിൽവർ സയനൈഡ് വെച്ചാൽ മാറി മക്കളെ, മാറി പ്രൊഡക്റ്റ് മാറി. ആൽക്കൈൽ ഐസോസയനൈഡ് NC ആണ് ഫോം ചെയ്യുക. ഇതിനെ വിളിക്കുന്ന പേരാണ് ഐസോസയനൈഡ്. എന്താ ഫോം ചെയ്യുക? ഐസോസയനൈഡ് ആണ് ഫോം ചെയ്യുക. സയനൈഡ് അല്ല പ്രൊഡ്യൂസ് ചെയ്യുക. അതേസമയം ആൽക്കൈൽ ക്ലോറൈഡുകളിലേക്ക് ഇതാ പൊട്ടാഷ്യം AgNO2 സിൽവർ നൈട്രേറ്റ് വെച്ചാൽ എന്താണ് കിട്ടുക? സിൽവർ നൈട്രേറ്റ് വെച്ചാൽ എന്താണ് കിട്ടുക വെച്ചാൽ ആൽക്കൈൽ നൈട്രേറ്റ് ഫോം ചെയ്താ CH3CH2NO2 നൈട്രേറ്റ് ഫോം ചെയ്യും. നൈട്രേറ്റ്. അതേസമയം ആൽക്കൈൽ ക്ലോറൈഡുകളിലേക്ക് NaNO2 സോഡിയം നൈട്രേറ്റ് NaNO2 വെച്ചാൽ CH3CH2ONO നൈട്രൈറ്റ് ഫോം ചെയ്യും. നൈട്രൈറ്റ്. യെസ്. അപ്പൊ ആൽക്കൈൽ ക്ലോറൈഡുകളുടെ പ്രിപ്പറേഷനും പഠിച്ചു, ആൽക്കൈൽ ക്ലോറൈഡ് കെമിക്കൽ പ്രോപ്പർട്ടീസും ഡിഫറെന്റ് റിയാക്ഷനും പഠിച്ചു. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ട്രിക്കിലൂടെ നമ്മൾ എന്ത് ചെയ്യും? ആൽക്കൈൽ ഹാലൈഡുകളുടെ പ്രിപ്പറേഷനും ഒരുപാട് റിയാക്ഷൻസും പഠിച്ചു. ഇങ്ങനെയുള്ള എല്ലാ വീഡിയോസും, ഇങ്ങനെയുള്ള ഓർഗാനിക് കെമിസ്ട്രിയിലെ എല്ലാ വീഡിയോസും നിങ്ങൾ എന്ത് ചെയ്യുക? ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക? ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബൈ.